ഒരു പ്രമുഖനായിട്ടൊരു വ്ളോഗർ ഇട്ട ഒരു വീഡിയോ ഉണ്ട്. കിച്ചു കഞ്ചാവ് വലിക്കുന്ന ഒരു വ്യക്തിയാണ്, മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണ്, തന്തേനെ പോലെ പിഴച്ചു നടക്കണം അങ്ങനെ പറഞ്ഞു. അതുപോലെ വേറൊരു സംഭവമാണ്, നേരത്തെ പല പ്രാവശ്യം ചോദിച്ചിട്ട് കാര്യമാണ്, കിച്ചുവും രേണുവും തമ്മിൽ രേണുസുധിയുടെ വീഡിയോ മാത്രമാണ് സോഷ്യൽ മീഡിയ മൊത്തം. എന്തൊക്കെ പേരുകളാണ്, പേര് കേൾക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ചിരി വരും. നിക്കർ വിധവ, പല പേരുകളുണ്ട്, പല്ലി, പിന്നെ എന്തൊക്കെയാണ് കുറേ പേരുകളുണ്ട്. ഇപ്പോൾ പുതിയൊരു ഇത് വന്നിരിക്കുകയാണ്, എന്താണ് രേണുസുധി കിച്ചുവിൻ്റെ എന്താണ് ലഹരി ഉപയോഗത്തിനെ കുറിച്ചും ഇതൊക്കെ. പുള്ളിക്കാരി ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. പിന്നെ ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്നവരെ ന്യായീകരിക്കുകയുള്ളൂ, അല്ലാതെ ന്യായീകരിച്ച് സപ്പോർട്ട് ചെയ്യലുള്ളൂ, അല്ലാതെ കുറ്റമൊന്നും പറയില്ലല്ലോ. അപ്പോൾ മോനെ കുറിച്ച് ചോദിക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണത്. ഇന്നലെ എന്തോ നടത്തിയത് മൊത്തം സോഷ്യൽ മീഡിയ മൊത്തം പുള്ളിക്കാരുടെ ഇൻ്റർവ്യൂ ആണ്. കേട്ടാൽ തന്നെ ചിരി വരുന്ന ഒരു ഇതാണ്. എന്തായാലും എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ മറക്കരുത് ഒന്ന് ഹൈപ്പും ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് രേണുസുധിയുടെ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കണ്ടു നോക്കൂ. ഒരു പ്രമുഖനായിട്ടൊരു വ്ളോഗർ ഇട്ട ഒരു വീഡിയോ ഉണ്ട്. കിച്ചു കഞ്ചാവ് വലിക്കുന്ന ഒരു വ്യക്തിയാണ്, മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണ്, തന്തേനെ പോലെ പിഴച്ചു നടക്കണം അങ്ങനെ പറഞ്ഞ ഒരാൾ ഭയങ്കര മോശമായ അതിനകത്ത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടെ. അതിൻ്റെ അകത്ത് പറഞ്ഞത് തന്തേനെ പോലെ മോശമായിട്ടാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അത് മറ്റുള്ളവർക്ക്, ചേച്ചീനെ അതുപോലെ തന്നെ സുചേട്ടനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്കൊന്ന് വ്യക്തമാക്കാനായിട്ടൊന്ന് ക്ലിയർ ചെയ്ത് പറയാൻ പറ്റും. പറഞ്ഞവന്റെ വീട്ടിലായിരിക്കും അത് ചെയ്യുന്നത്. എന്റെ വീട്ടിലെന്തായാലും എന്റെ മകൻ അങ്ങനെ ചെയ്യുന്നതായിട്ട് എനിക്കറിയാം. മരിച്ചു അതെന്തിനാണ് അത് എടുത്തിടുന്നത്? എന്റെ കാര്യം പറഞ്ഞോട്ടെ, ഞാൻ ജീവനോടുണ്ട്. ഞാനൊരു സമയത്ത് ഒരു ദിവസം മരിച്ചു പോയാൽ പിന്നെ അതെന്താണ് ഈ എന്താ പറയാ, പിന്നെ തോണ്ടി ശവകുടീരം തോണ്ടി എന്തിനാണ്? പോയവരെ കുറിച്ച് പറയുന്നു എന്നാണ് രേണുസുധി പറയുന്നത്. മരിച്ചുപോയവരെ കുറിച്ച് പറയാനുള്ള ആരാണ് വരുത്തിയത്? ഈ പറയുന്ന രേണു തന്നെയല്ലേ വരുത്തിയത്. ഈ പറയുന്ന പ്രേക്ഷകരോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ളവർ ആരുമല്ല ഈ പറയുന്ന രേണുസുധിയെ വലിച്ച് കൊണ്ട് ഇട്ടതും ഇങ്ങനെയുള്ള എന്താണ് സോഷ്യൽ മീഡിയൻ്റെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഇട്ടതും ഇതൊന്നും. ഇങ്ങനെയുള്ള കാണിച്ചു കൂട്ടലും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോൾ തന്നെയാണ് ആളുകൾ അതെടുത്ത് പ്രതികരിക്കുന്നത്. നീ തന്നെയാണ് സുധിയേട്ടാ ഞാൻ വന്നു, ബിഗ് ബോസിലോട്ട് പോകുമ്പോൾ സുധിയേട്ടാ ഞാനിതാ വന്നു, അതാ വന്നു, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ സുധിയെ വലിച്ചു ഇട്ടത്. എന്നിട്ട് ഈ പറഞ്ഞ നമുക്കിട്ടാണ് ആ പുള്ളിക്കാരി റിയാക്ഷൻ ചെയ്യുന്നവർ, അതുപോലെ എന്താണ് സുധിയെ കുറ്റം പറയുന്നവരെയൊക്കെ പുള്ളിക്കാരി ഇപ്പോൾ പുള്ളിക്കാരി തന്നെയാണ് അതിനുള്ള ഇത് മീഡിയയ്ക്ക് മുമ്പിൽ ഇട്ട് കൊടുത്തിട്ട് ഇപ്പം മൊത്തം നമ്മൾ ഈ കാണുന്ന നമ്മളായി കുറ്റക്കാർ. എന്തായാലും ബാക്കി കേട്ട് നോക്കൂ. വേറൊരു സംഭവമാണ്, നേരത്തെ പല പ്രാവശ്യം ചോദിച്ചിട്ട് കാര്യമാണ്, കിച്ചുവും രേണുവും തമ്മിൽ പല പ്രശ്നങ്ങളുണ്ട്, അവര് ഉടക്കിലാണ് കാര്യങ്ങൾ. അതിനെക്കുറിച്ച് ചേച്ചിക്ക് എന്താണ് മറ്റുള്ള? പിന്നെ ഒരു സാധാരണ അമ്മയും മക്കളുമാണെങ്കിൽ സൗന്ദര്യ പണക്കെങ്കിലും ഉണ്ടോ ഇല്ലയോ? നിങ്ങളൊക്കെ നമ്മൾക്ക് എന്റെ അമ്മയോട് ഞാൻ ഇടയ്ക്കൊക്കെ പിണങ്ങിയിരിക്കും. നേരത്തെ തൊട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്? കുഞ്ഞിലെ തൊട്ട് ഡാൻസ് കളിക്കുന്ന ആളാണ് ഞാൻ. 1ാം ക്ലാസ് തൊട്ടേ കളിക്കുമായിരുന്നു. ചുമ്മാ ഇങ്ങനെ സിനിമാറ്റിക് ഡാൻസ് ആരും പഠിപ്പിക്കും. അതെ 1ാം ക്ലാസ് തുടങ്ങി പ്രാക്ടീസ് തുടങ്ങിയത് അത്ര ഡാൻസിൻ്റെ. അത് ശരിയാണ്, വേറെ ലെവൽ ഡാൻസാണ്. കണ്ടാലും പറയും ആരും ഇഷ്ടപ്പെടുന്ന ഡാൻസാണ്. ഓരോ പ്രോഗ്രാമിൽ ഡാൻസ് കളിക്കുന്നത് കണ്ടാലും പറയും നല്ല ഡാൻസ് പ്രാക്ടീസ് ചെയ്തിട്ടാണ് വരുന്നത് എന്നുള്ളത് എന്ത് കണ്ടാലും. അതുപോലെ പാട്ട് പാടുന്നതും ഏതോ ഒരാൾ ഏതൊരു പാട്ട് പാടിയതിന് നന്നായെന്ന് പറഞ്ഞതിന് പിന്നെ ഏതൊരു ഇതിൽ പോയാലും ഫുള്ള് പാട്ടും കൂത്തുമാണ്. അതുപോലെ ബിഗ് ബോസിൽ വന്നിട്ട് ഒരു പാട്ടുകാരി വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പം എനിക്ക് ആ പെൺകുട്ടിയുടെ പേര് ഓർമ്മ വരുന്നില്ല. ആ പെൺകുട്ടിയൊക്കെ എവിടെ നിൽക്കുന്നു, ഇവളെവിടെ നിൽക്കുന്നു, അതിൻ്റെ കൂടെ നിന്നിട്ട് പാട്ട് പാടി നല്ലതായി പാടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് പിന്നെ മൊത്തം എവിടെ ചെന്നാലും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം പിന്നെ എവിടെ ചെന്നാലും ആ ഒരു പാട്ടാണ് വസീകറാന്നോ അങ്ങനെ എന്തോ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നല്ലോ. ആ പെൺകുട്ടിയുടെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഒരു പാട്ടുകാരിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടുകാരിയാണ്. അപ്പോൾ അതിൻ്റെ എനിക്ക് ഓർമ്മ വരുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ. അപ്പോൾ ആ പെൺകുട്ടി എന്ന് പറഞ്ഞതിന് ഫുള്ള് പുറത്തിറങ്ങിയ ശേഷം ഫുള്ള് പുള്ളിക്കാർ ഡാൻസ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. ഭയങ്കര തിരക്കാണ്, ഓരോ ദിവസവും ഒരുപാട് പ്രോഗ്രാംസ്, ഇനാഗ്രേഷൻസ്. ഈ നിമിഷം ചേച്ചിക്ക് എന്താണ് തോന്നുന്നത്? സത്യം പറഞ്ഞാൽ ഒരുപാട് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. ഞാനൊന്നും അല്ലാതിരുന്ന സമയത്ത്, ഞാൻ ഒന്നുമല്ല, ഇപ്പോഴും ഞാനൊന്നും അല്ലെന്ന് വിശ്വസിക്കുന്നത്. പക്ഷെ എന്നെ പോലെ ഒരാളെ ഇനോഗ്രേഷൻ എന്ന് പറഞ്ഞ ഒരാളുടെ എന്താ പറയാ ഒരു ലൈഫാണ് അവർ ആദ്യമായിട്ട് തുടങ്ങുന്നത്. ഞാൻ ഒരു എനിക്കൊന്ന് 10-12 സ്ഥാപനം എങ്കിലും ഞാനിപ്പം ഒരു 2-3-4-5 മാസം കൊണ്ട് ഇനോഗ്രേഷൻ ചെയ്തു. അത് നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞത് എനിക്ക് ഒരുപാട്
അതെ അതെ പുള്ളിക്കാരി പറയുന്നത് 5 6 ഒക്കെ 5 10 ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്, അതെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അത് ശരിയാണ്, പുള്ളിക്കാരി എവിടെ പോയാലും അവിടെ വിവാദമാണ്. ആ വിവാദം വരുന്ന സമയത്ത് ആളുകൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടും. എന്തായാലും രേണു ഉദ്ഘാടനം ചെയ്തല്ലേ, അവിടെ നമുക്കൊന്ന് കയറാം, എന്തായിരിക്കും അവിടുത്തേത് എന്നുള്ളത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ആളുകൾ അവിടെ കയറും. അപ്പോൾ വിവാദമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ആളുകൾ അവിടെ കയറുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം ഇത് തുറന്നു കഴിഞ്ഞാൽ മൊത്തം രേണു സുധിയെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇനാഗുറേഷന് പോകുന്ന സമയത്തും അവിടെ വന്നല്ലോ, അവിടെ കണ്ടിട്ട് എല്ലാവരും പറയുന്നുണ്ടല്ലോ പല്ലി കുല്ലി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്കൊന്ന് പോയി കാണാം, നമുക്കൊന്ന് കയറി പർച്ചേസ് ചെയ്തേക്കാം എന്ന് കരുതിയിട്ടാണ് ആളുകൾ അവിടെ കയറുന്നതും ആളുകൾ പോകുന്നത്. വനിത എന്താണ് ഇനാഗുറേഷൻ ചെയ്തതല്ല, എന്തായാലും നമുക്കൊന്ന് കയറാമെന്ന് പറഞ്ഞിട്ടാണ് എന്തായാലും അവിടെ കയറുന്നത്. അല്ലാതെ ഈ പുള്ളിക്കാരൻ്റെ ഭാഗ്യം കൊണ്ടൊന്നുമല്ല. എന്തായാലും ഭാഗ്യം ഇതാകേണ്ട ഒരു ഇത് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർ നമുക്കിട്ട് നമ്മളെ പഞ്ഞിക്കിടും, അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്തിൻ്റെ കാടാണ്, അവർ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, അവരിനെ കുറ്റം പറയുന്നത് എന്തിനാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ കമൻറ്റ് ഇടുന്നുണ്ട്. ഞാൻ 1-2 വീഡിയോ ഒക്കെ രേണു സുധീറിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെയൊക്കെ അങ്ങനെ വന്നിട്ട് കമൻറ്റ് ഇടാറുണ്ട്. എന്തായാലും ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്തായാലും ഭാഗ്യദേവത തന്നെ രേണു എന്തായാലും ഭാഗ്യദേവത തന്നെ എന്നുള്ളത് സ്വയം സമ്മതിച്ചല്ലോ. പൊങ്ങച്ചത്തിന് ഒട്ടും ഒരു കുറവുമില്ല കേട്ടോ. സ്വന്തമായിട്ട് പൊങ്ങച്ചം പറയാൻ തന്നെ ഭയങ്കര യുക്തിയാണ്, അതിനും വേണം തൊലിക്കട്ടി. എന്തായാലും രേണു സുധിയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.